നമസ്കാരം. കേന്ദ്ര സർക്കാർ 4000 കോടി നൽകിയിട്ടും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറുന്നില്ല. അതിനിടെ സർക്കാർ ജീവനക്കാരുടെ മുടങ്ങിയ ശമ്പള വിതരണം ഇന്ന് തുടങ്ങും. 3 ദിവസങ്ങളിലായി മുഴുവൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പണം നൽകാനാണ് ആലോചന. തൽക്കാലം പരിധിയൊന്നും വയ്ക്കാതെ ശമ്പളം നൽകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം പൂർണ്ണമായും വാങ്ങിയ സാഹചര്യത്തിലാണ് ഇത്. ശമ്പളം നൽകി തീരുമ്പോൾ വീണ്ടും ഖജനാവ് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകും. ട്രഷറി തുടർച്ചയായി ഓവർ ഡ്രാഫ്റ്റിലാകാതിരിക്കാൻ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം പോകാതെ മരവിപ്പിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഘട്ടം ഘട്ടമായി ഇത് ഒഴിവാക്കും. ആദ്യ ദിവസം പെൻഷൻകാർക്കും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും പണമെത്തും. 2ാം ദിവസം മറ്റു വകുപ്പുകളിലെ ജീവനക്കാർ, 3ാം ദിവസം അധ്യാപകർ എന്നിങ്ങനെയായിരിക്കും ക്രമീകരണം. ശമ്പളം നൽകുന്നതോടെ ട്രഷറി വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലാവും. ഇന്നും ശമ്പളം നൽകിയില്ലെങ്കിൽ ജീവനക്കാരുടെ പ്രതിഷേധം തെരുവിലെത്തുമെന്ന് സർക്കാരിന് അറിയാം. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ശമ്പളം നൽകാനുള്ള ശ്രമം. സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദത്തിൽ ആകെ 36 ദിവസമാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നത്. ഇത് പിന്നിട്ടാൽ റിസർവ് ബാങ്ക് ഇടപാടുകൾ നിർത്തിവെക്കും. ഇതോടെ ട്രഷറി പൂട്ടേണ്ടി വരും. ഈ പാദത്തിൽ 27 ദിവസം ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു. ഇനി 9 ദിവസമേ ശേഷിക്കുന്നുള്ളൂ. അതിനുള്ളിൽ ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കേണ്ടി വരും. അതായത് മാർച്ച് മാസത്തിൽ വലിയ പ്രതിസന്ധിയാകും കേരളം അഭിമുഖീകരിക്കേണ്ടി വരിക. പ്രതീക്ഷിച്ച പോലെ പണം എത്തിക്കാനായില്ലെങ്കിൽ ശമ്പള വിതരണത്തിൽ പരിധി ഏർപ്പെടുത്താനും നീക്കമുണ്ട്. ഇതിനിടെ ശമ്പള പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ. അതേസമയം ETSB അക്കൗണ്ട് മരവിപ്പിച്ച നടപടി ഉടൻ പരിഹരിക്കുമെന്നും ഇന്നു മുതൽ ശമ്പളം കൊടുത്തു തുടങ്ങാനാകുമെന്നുമാണ് ധനവകുപ്പ് ആവർത്തിക്കുന്നത്. ഇതിനായി ട്രഷറിയിലേക്ക് ആവശ്യത്തിന് പണം എത്തിക്കാൻ പലവിധ പരിശ്രമങ്ങളും നടക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ ശമ്പള വിതരണമാണ് കഴിഞ്ഞ 3 ദിവസമായിട്ടും വിതരണം ചെയ്യാതെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം സർക്കാർ ജീവനക്കാർക്കും ശമ്പളം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അഥവാ ETSB അക്കൗണ്ടിലാണ് എത്തുന്നത്. പണമില്ല പ്രതിസന്ധിയുടെ പേരിൽ ഈ അക്കൗണ്ട് മരവിപ്പിച്ചതിനാൽ ഇവിടെ നിന്ന് തുക അതാത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഓൺലൈൻ ഇടപാടുകൾ പോലും നടക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ഇനിയും കിട്ടേണ്ട 4600 കോടി രൂപ അനിശ്ചിതമായി വൈകുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കാൻ ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചയും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളില്ല. ട്രഷറിയിൽ നിന്ന് നേരിട്ട് ശമ്പളം കിട്ടുന്ന ചെറിയൊരു ശതമാനത്തിന് മാത്രമാണ് പ്രതിസന്ധി ഇല്ലാത്തത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഗണത്തിലാണ്.